തിരുവനന്തപുരത്ത് തൈക്കാട് അലൻ കൊലപാതക കേസിൽ പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത്. ഈ സംഘങ്ങൾ പലതവണ ഏറ്റുമുട്ടിയിട്ടും പോലീസ് അതിൽ ഇടപെട്ടതേയില്ല. സ്പെഷ്യൽ ബ്രാഞ്ചും ഗൗരവത്തിൽ ഈ വിഷയത്തെ കണ്ടിരുന്നില്ല. പ്രതികളെ പിടികൂടാൻ അന്വേഷണ സംഘത്തിന് സാധിക്കാത്തതും മറ്റൊരു വീഴ്ചയായി. അന്വേഷണ ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടിയിരിക്കുകയാണ് സിറ്റി പോലീസ് കമ്മീഷണർ. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് വിശദാംശങ്ങൾ റിനു ശ്രീധർ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. റിനു, തമിഴ്നാട്ടിൽ ഒളിവിലുണ്ടായിരുന്ന ഈ പ്രധാനപ്പെട്ട പ്രതികൾ പോലീസ് അറിയാതെ ഇന്ന് കോടതിയിൽ വന്ന് കീഴടങ്ങുക കൂടെ ചെയ്തതോടെ പോലീസിന്റെ തിരിച്ചടി പൂർത്തിയായി അല്ലേ? വിജയകുമാർ, തിരുവനന്തപുരം നഗരമധ്യത്തിൽ 18 വയസ്സുകാരനെ കുത്തിക്കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസ് ഇരുട്ടിൽ തപ്പുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തമിഴ്നാട്ടിൽ ഒളിവിലായിരുന്ന പ്രതികളെല്ലാം തന്നെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ എത്തി സറണ്ടർ ആവുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പോലീസിന് വലിയ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് നിലവിലെ വിലയിരുത്തൽ. കാരണം ദിവസങ്ങൾ പിന്നിട്ടിട്ടും പോലീസിന് ഈ പ്രതികളെ പിടികൂടാനായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒപ്പം സ്പെഷ്യൽ ബ്രാഞ്ച് ഏകദേശം 1 മാസത്തോളമായി നിലനിൽക്കുന്ന ഒരു സംഘർഷമാണ്. ഈ സംഘർഷത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചിന് ഒരു തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു വിലയിരുത്തലുമുണ്ട്. എന്തായാലും നിലവിൽ പോലീസിനോട്, അതായത് അന്വേഷണ ഉദ്യോഗസ്ഥരോട് സിറ്റി പോലീസ് കമ്മീഷണർ വിശദീകരണം തേടി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. നിലവിൽ എന്താണ് സംഭവിച്ചത്? കാരണം കൊടും കുറ്റവാളികളെ പോലും അന്യ സംസ്ഥാനങ്ങളിൽ പോലും പോയി പിടികൂടുന്ന ഒരു ചരിത്രമുള്ള പോലീസാണ് കേരള പോലീസ്. പക്ഷേ ഈ 5 പ്രായപൂർത്തി പോലും ആകാത്ത പ്രതികൾ ഉൾപ്പെടുന്ന ഈ സംഘത്തെ പിടികൂടാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതാണ് നിലവിലെ വിലയിരുത്തൽ. എന്തായാലും പ്രാഥമികമായിട്ടുള്ള ഒരു റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷൻ തേടിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. യെസ്, പോലീസ് അറിയാതെ ഒളിച്ചും പാത്തും ഈ പ്രതികൾ ഇന്ന് കോടതിയിൽ വന്ന് കീഴടങ്ങുകയും ചെയ്തു. റിനു ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.